എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 77 ശ്ലോകം 11 മുതൽ 20 വരെ. അങ്ങനെ ഭഗവാന്റെ കൽപ്പന കേട്ട ഉടനെ ദാരുകൻ തേര് കയറിയിരുന്ന് തേര് തെളിച്ചു. ഭഗവാൻ ഉടനെ ആ ഗരുഡന്റെ കൊടിയടയാളമായിരിക്കുന്ന തേരിൽ കയറിയിട്ട് ആ യദുക്കളോടുകൂടി സാൽവന്റെ യുദ്ധസന്നിധിയിലേക്ക് പുറപ്പെടുന്നു. സാൽവനോട് യുദ്ധം ചെയ്യാനായിട്ട് ഭഗവാൻ പുറപ്പെടുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാ പുരതോ മമ. ശ്ലോകം 11. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത്യുക്തശ്ചോദയാമാസ രഥമാസ്ഥായ ദാരുക. വിശന്തം ദദൃശു സർവേ സ്വേ പരേജ അരുണാനുജം. ഇങ്ങനെ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഉടനെ ദാരുകൻ തേരിൽ കയറിയിരുന്നു തേര് തെളിച്ചു. കൊടിയടയാളമായിരിക്കുന്ന ഗരുഡനെ സ്വന്തം കൂട്ടരായിട്ട് യദുസൈന്യങ്ങള് ഭഗവാന്റെ തേരിനോട് ചേർന്ന് എല്ലാ സൈന്യങ്ങളും പുറപ്പെട്ടു. ശത്രുപക്ഷക്കാരായ സാൽവ സൈന്യങ്ങളും യുദ്ധസ്ഥലത്തേക്ക് വരുന്നതായിട്ട് ഇങ്ങനെ കണ്ടു. സാൽവശ്ച കൃഷ്ണമാലോക്യ ഹതപ്രായ ബലേശ്വര. പ്രാഹരൽ കൃഷ്ണസൂതായ ശക്തിം ഭീമരവാമൃതേ. അപ്പൊ പ്രദ്യുമ്നൻ മുതലായിട്ടുള്ള യദുവീരന്മാരായാലും മിക്കതും നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന സൈന്യമാണ് സാൽവന്റെ. വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു സാൽവൻ. ആ സൈന്യത്തിന്റെ അധിപനായ സാൽവൻ അതാ കൃഷ്ണൻ വരുന്നത് അങ്ങോട്ട് കണ്ടു. ഉള്ളിലൊരു വിറയല് ഭയപ്പെട്ടു പോയി സാൽവൻ. യുദ്ധത്തിലെ അതിഭയങ്കരമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന ശക്തി എന്ന ആയുധം ആ ശ്രീകൃഷ്ണ സാരഥിയുടെ നേർക്കങ്ങോട്ട് പ്രയോഗിച്ചു സാൽവൻ. താമാപതന്തിം നഭസി മഹോൽകാമിവരം ഹസ. ഭാസയന്തീം ദിശശൗരി സായകൈ ശതതാച്ചിനൽ. തേജപുഞ്ചം എന്ന പോലെ അതിവേഗത്തിൽ ആകാശത്തിൽ കൂടി പാഞ്ഞു നേർക്ക് വരുന്നതും സ്വപ്രഭയാൽ 4 ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്നതുമായ ആ ശക്തിയെ ശ്രീകൃഷ്ണ ഭഗവാൻ ബാണങ്ങൾ കൊണ്ട് അനേകം ഖണ്ഡങ്ങളായിട്ട് അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. പ്രഭ ചൊരിഞ്ഞുകൊണ്ടാണ് ആ ശക്തി എന്നുള്ള ആ ബാണം വരുന്നത്. ഭഗവാൻ അത് നിഷ്പ്രയാസം അനേകം കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് മുറിച്ചു. തം ച ഷോഡശഭിർവിദ്ധ്വാ ബാണൈ സൗഭം ജഘേ ഭ്രമൽ. അവിദ്യരസന്തോഹൈ ഖം സൂര്യൈവ രശ്മിഭി. 16 ബാണങ്ങൾ കൊണ്ട് സാൽവനെ അങ്ങോട്ട് മുറിപ്പെടുത്തി. പിന്നീട് ആകാശത്തിൽ ചുറ്റിത്തിരിയുന്ന അവന്റെ ആ സൗഭം എന്ന വിമാനത്തെ സൂര്യൻ രശ്മികൾ കൊണ്ട് ആകാശത്തെ മൂടുന്നത് പോലെ ശരജാലങ്ങൾ കൊണ്ട് അങ്ങോട്ട് മൂടി. അത് സൗഭം കാണാനേ ഇല്ല. അങ്ങനെ ബാണങ്ങൾ കൊണ്ട് അങ്ങോട്ട് മൂടി. ഏറ്റവും നല്ല വലിപ്പമുള്ളതാണ് ഈ സൗഭം, നീല നിറത്തിലുള്ളതും. അങ്ങനെയുള്ള ആ സൗഭം ആകാശ സദൃശം തന്നെയാണ്. അതിവേഗത്തിൽ പായുന്ന ശരജാലം സൂര്യരശ്മി തുല്യം. അങ്ങനെ ഭഗവാനോ നിഷ്പ്രയാസം അസംഖ്യ ശരങ്ങളയക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ സൂര്യതുല്യനായിട്ട് ശോഭിച്ചു. സാൽവശൗരേസ്തുതോ സവ്യം സശാർഗം ശാർഗധന്വന. വിഭേദനബദൽ ഹസ്താൽ ശാർഗമാസീൽ തദാത്ഭുതം. അപ്പൊ സാൽവൻ എന്ത് ചെയ്തു? ശാർഗം എന്ന പ്രസിദ്ധമായ വില്ല് ആയുധമായി ധരിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇടത്തെ കൈയിനെ ആ ശരം കൊണ്ട് അങ്ങോട്ട് മുറിക്കാൻ ശ്രമിച്ചു. അപ്പോ ആ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ശാർഗം എന്ന വില്ല് ഭഗവാന്റെ കയ്യിൽ നിന്ന് താഴത്ത് വീണു. അതങ്ങോട്ട് കണ്ടില്ലേ, എല്ലാവർക്കും ആണ് ആശ്ചര്യമായി. ഭഗവാന്റെ വില്ല് കയ്യിൽ നിന്ന് അങ്ങോട്ട് തെറിച്ചു വീണത് കണ്ടപ്പോ ഹാഹാകാരോ മഹാനാസിൽ ഭൂതാനാം തത്ര പശ്യതാം. നിനദ്യ സൗഭരാടുച്ചൈ ഇതമാഹ ജനാർദ്ദനം. ശ്രീകൃഷ്ണന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന വില്ല് വീണത് കണ്ട് അവിടെ നിന്നിരുന്ന സകല ജനങ്ങൾ അയ്യോ കഷ്ടം എന്ന് നിലവിളിച്ചു. ആ ശബ്ദം അങ്ങോട്ട് കേട്ടപ്പോ സാൽവൻ അലറിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനോട് പറയാണ്, ത്വയാമൂഢ ന സഖ്യു ഭ്രാതുർഭാര്യാ ഹൃദേക്ഷതാം. പ്രമത്ത സസഭാമധ്യേ ത്വയാ വ്യാപാദിത സഖ. എടാ മൂഢ,
ഞങ്ങളുടെ സ്നേഹിതനായിരിക്കുന്ന ശിശുപാലൻ നിന്റെ അച്ഛന്റെ സഹോദരിയുടെ പുത്രനായതുകൊണ്ട് നിന്റെ സഹോദരനാ. അവന്റെ ഭാര്യയായി നിശ്ചയിക്കപ്പെട്ട രുക്മിണിയെ ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കെ നീ അപഹരിച്ചില്ലേ? ആ രാജസൂയ സഭാമധ്യത്തില് യുദ്ധസ്മരണ കൂടി ഉണ്ടാകാൻ അവകാശമില്ലാത്തതിനാൽ യാതൊരു ചിന്തയും ഇല്ലാതെ ഇരിക്കുന്ന ഞങ്ങളുടെ ആ സ്നേഹിതനെ നീ സഭാമധ്യത്തിൽ വെച്ച് പെട്ടെന്ന് കൊന്നില്ലേ? തം ത്വാദ്യ നിശിതേർബാണൈ അപരാജിതമാനിനം നയാമ്യ പുനരാവർത്തിം യതി തിഷ്ഠേർമമാഗ്രത. ആരാലും ജയിക്കപ്പെടാത്തവൻ ഞാൻ എന്ന അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന ആ നീ, ഞാനൊരു കേമനാണ്, എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നല്ലേ നീ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? നീ എന്റെ മുൻപാകെ വന്ന് നിൽക്കണ പക്ഷം ഇനി മടങ്ങി വരാത്തതായ സ്ഥലത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നുണ്ട്. നീ എന്റെ മുമ്പിൽ വാ, നിന്നെ ഞാൻ മടങ്ങി വരാത്ത സ്ഥലത്തേക്ക്, അതായത് നിന്നെ ഞാൻ വധിക്കുന്നുണ്ട് ഭഗവാൻ പറഞ്ഞു. വൃഥാത്വം കഥസേ മന്ദ ന പശ്യന്തികേന്ദകം പൗരുഷം ദർശയന്തി സ്മ ശൂരാന ബഹുഭാഷിണ. ഭഗവാൻ പറഞ്ഞു, ഏട്ടാ ബുദ്ധിഹീന, നീ അർത്ഥമില്ലാതെ എന്തെല്ലാമോ പറയണു. നിന്റെ സമീപത്ത് എത്തിയിരിക്കുന്ന അന്തകനെ നീ കാണുന്നില്ല. വീരന്മാരെ അവരുടെ പരാക്രമം കാണിക്കും, വെറുതെ തന്നെത്താൻ അധികം ശ്ലാഘിച്ചു പറയില്ല, കാണിക്കുകയാണ് ചെയ്യുക. അല്ലാതെ നിന്റെ ഈ കേമത്തെ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുക, നീ കാണിക്കുക നിന്റെ പരാക്രമം. ഇത്യുക്ത്വാ ഭഗവാൻ സാൽവം ഗദയാ ഭീമവേഗയാ തതാടജത്രൗ സംരബ്ധ സചകമ്പേവമന്നസൃക്. ഇങ്ങനെ പറഞ്ഞു ഭഗവാൻ ശ്രീകൃഷ്ണൻ ക്രോധത്തോടെ ഭയങ്കരമായ വേഗത്തോടു കൂടിയ ഗദ കൊണ്ട് ആ സാൽവന്റെ പിരടിയിൽ ഒരൊറ്റ അടി. അവൻ രക്തം ഛർദിച്ചുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് വിറച്ചു. യുദ്ധം തുടരുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.